Okay, good evening. Good evening, ma'am. Okay, good evening. Nisiya, prayer ready aano Nisiya? Good evening, ma'am. Good evening, Alpha. Good evening, ma'am. Okay, good evening, Deepthi. Prayer ready aano Nisiya? ഒരു മിനിറ്റ് മാം, ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ. Okay, Nisiya. God's love is wonderful. God's love is high. God's love is deep. God's love is wide. Thank you, God, for made world so sweet. Thank you, God, for everything. Okay. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്, യൂണിറ്റ് 3. ഓക്കെ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നടത്തുന്ന എന്താണ് ഡെവലപ്മെന്റൽ പ്രോഗ്രാംസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? വർക്ക് ഫാക്ടർ വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റാഫ് ഫാക്ടർ വരുന്നുണ്ട്, കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ ആൻഡ് എക്യുപ്മെന്റ് ഫാക്ടർ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ് സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പലതരത്തിലുള്ള ഫീസുകൾ അല്ലെ, ഒരു സ്കൂൾ എന്താണ് പലതരത്തിലുള്ള ഫീസുകൾ ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ടൂർസുകൾ, 4 ടൈപ്സ് ഓഫ് ടൂറുകൾ ഉണ്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെയായിരുന്നു? ലോങ് ടൂർ, ലോക്കൽ ടൂർ, ഔട്ട്ഡോർ ക്ലാസ്, ടീച്ചർ ടൂർ. ഇങ്ങനെ 4 രീതിയിലുള്ള 4 ടൈപ്സ് ഓഫ് ടൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രോഗ്രാംസുകളെ കുറിച്ചാണ്. ഓക്കെ, പ്രോഗ്രാംസ്. ഓക്കെ, മെയിൻലി ഒരു സ്കൂളിൽ ഏത് രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും? 2 രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ്, 2 ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ആണ്. വിച്ച് ഈസ് ഏതാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാമ്പസിനകത്ത് നടക്കുന്ന പ്രോഗ്രാംസുകൾ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ക്യാമ്പസിന് പുറത്ത് നടക്കുന്ന പ്രോഗ്രാംസുകൾ ഉണ്ട്, ഫംഗ്ഷൻസ്, ഇവന്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ 2 രീതിയിലുള്ള പ്രോഗ്രാംസുകൾ ഒരു സ്കൂളിൽ നടക്കാറുണ്ട്. ഒന്ന് ക്യാമ്പസിനകത്തും അതേപോലെ തന്നെ സ്കൂൾ അറ്റ്മോസ്ഫിയർ, സ്കൂൾ സറൗണ്ടിങ്ങിന് പുറത്ത് നടക്കുന്ന പ്രോഗ്രാംസുകൾ ഉണ്ട്. എക്സാമ്പിൾ പറയാമോ? സ്കൂൾ ക്യാമ്പസിനകത്ത് നടക്കുന്ന പ്രോഗ്രാംസുകൾ ഏതൊക്കെയായിരിക്കാം? എന്തൊക്കെ പ്രോഗ്രാംസ് നമുക്ക് നടത്താം? യൂത്ത് ഫെസ്റ്റിവൽ. ഓക്കെ, യൂത്ത് ഫെസ്റ്റിവൽ. ദെൻ ആനുവൽ ഡേ. ആനുവൽ ഡേ. സ്പോർട്സ് വരുമോ? എന്തോ? സ്പോർട്സ്. സ്പോർട്സ്. ഓക്കെ, സ്പോർട്സ് ആക്ടിവിറ്റീസ്. ദെൻ നിസിയ, എല്ലാവരും ഓരോ ആക്ടിവിറ്റീസ് ആലോചിച്ച് വെച്ചോളൂ, ഓരോ പ്രോഗ്രാംസുകൾ, ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇവന്റുകൾ ആലോചിച്ച് വെച്ചോളൂ. നിസിയ, ഞാൻ കേട്ടില്ലായിരുന്നു. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സിബിഷൻ. ഓക്കെ. എന്താണ് സ്കൂൾ കോമ്പൗണ്ടിന് അകത്ത് നടത്താവുന്ന പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇവന്റുകൾ ഏതൊക്കെയാണ്? എക്സിബിഷൻ നടത്താം. ദെൻ വേറെ എന്തൊക്കെയുണ്ട്? ഭാവന, ആനിവേഴ്സറി, എക്സിബിഷൻ പറഞ്ഞു. ദെൻ പിന്നെന്താണ്? സയൻസ് ഫെസ്റ്റിവൽ, എക്സിബിഷൻസ്. ദെൻ സ്പെഷ്യൽ ഇവന്റ്സിൽ നടക്കുന്ന പ്രോഗ്രാംസ്, സ്പെഷ്യൽ ഇവന്റ്സ്, ഓരോ ഇപ്പൊ റീഡിംഗ് ഡേ, മൂൺ ഡേ, അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിൽ എന്താണ് ഓരോ ഇവന്റ് ഫംഗ്ഷൻസ് നമുക്ക് നടത്താവുന്നതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? കോമ്പറ്റീഷൻസ് അല്ലെ, ക്വിസ് കോമ്പറ്റീഷൻസ് പോലുള്ള ഇത്തരം പരിപാടികൾ, കോമ്പറ്റീഷൻസ് നടത്താവുന്നതാണ്. ഇതെല്ലാം എങ്ങനെയാണ് ക്യാമ്പസിൽ? എന്തോ ലിൻഡ? എക്സിബിഷൻ നടത്താറുണ്ട്.
എക്സിബിഷൻസ് എക്സിബിഷൻസ് നടത്താം. അപ്പൊ ഇത്തരത്തിലുള്ള എക്സിബിഷൻസ് ആയാലും എന്താണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് സ്കൂളിന് അകത്താണ്, ആ കോമ്പൗണ്ടിന് അകത്താണ് നടത്തുന്നത് അല്ലെ. അതേപോലെ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് നടത്തുന്ന ധാരാളം ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കാം? സ്പോർട്സ് ഡേ. സ്പോർട്സ് ഡേ പ്രോഗ്രാംസുകൾ. സ്പോർട്സ്. ദെൻ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴൊക്കെയാ? എന്തിനൊക്കെ കൊണ്ടുപോകാറുണ്ട്? ഏതെങ്കിലും പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിസിറ്റ് ചെയ്യാനായിട്ട് പോകാം അല്ലേ. ദെൻ ഇൻഡിപെൻഡൻസ് ഡേ റാലിക്ക് പോവാറുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ വിസിറ്റ് പോലെ പോകാറുണ്ട്. എന്തോ? ഇൻഡസ്ട്രിയൽ വിസിറ്റ് പോലെ. ഇൻഡസ്ട്രിയൽ വിസിറ്റ്. ദെൻ ഫീൽഡ് ട്രിപ്സ് പോകാറില്ലേ? സ്റ്റഡി ടൂർ, ഫീൽഡ് ട്രിപ്സ്. ദെൻ നേച്ചർ വാക്സിന് പോകാം അല്ലെ. നേച്ചർ വാക്സിന് പോകാം. അതേപോലെ കൾച്ചറൽ ഇവന്റ്സുകൾ കൾച്ചറൽ ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സ്കൂളിന് പുറത്ത് നടക്കുന്ന പ്രോഗ്രാംസുകൾ ഉണ്ട്. അതേപോലെ തന്നെ സ്കൂൾ കോമ്പൗണ്ടിന് അകത്ത് നടക്കുന്ന പ്രോഗ്രാംസുകൾ ഉണ്ട്. ക്ലിയർ ആണോ? 2 പ്രോഗ്രാംസ്, ഇൻസൈഡ് ദ ക്യാമ്പസും അതേപോലെ തന്നെ ഔട്ട്സൈഡ് ദ ക്യാമ്പസും. ഇൻസൈഡ് ദ ക്യാമ്പസിൽ ഇതിൽ എക്സാമ്പിൾ ഷോ. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് പ്രോഗ്രാംസുകൾ ഒരു ഇൻസൈഡ് ദ ക്യാമ്പസിനകത്ത് നടത്താവുന്നതാണ്. അത് ക്ലിയർ ആണോ? ഇൻസൈഡ് ദ ക്യാമ്പസ് ആൻഡ് ഔട്ട്സൈഡ് ദ ക്യാമ്പസ് പ്രോഗ്രാംസുകൾ. ദെൻ ഇനി പറയുന്നു ഇതിന് വേണ്ട ഫീസുകൾ. ഓരോ പ്രോഗ്രാംസിനും ഓരോ ഫീസുകൾ ചാർജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ ഫീസുകൾ കളക്ട് ചെയ്യേണ്ടതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? ടീച്ചേഴ്സ് ആണ് അല്ലെ. ക്ലാസ് ടീച്ചേഴ്സ് ആണ്. ഫൈനലി ഈ എമൗണ്ട് മാനേജ് ചെയ്യുന്നത് സ്കൂൾ ഹെഡ് ആണ്. പക്ഷെ ഓരോ ക്ലാസ് റൂമിലെയും ഫീസുകൾ കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മളൊക്കെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ആരുടെ അടുത്ത ക്യാഷ് കൊണ്ട് കൊടുക്കുന്നത്? ക്ലാസ് ടീച്ചറിന്റെ അടുത്താണ് ഏൽപ്പിക്കാറ് അല്ലെ. അപ്പൊ ഇത് കളക്ട് ചെയ്യേണ്ട ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്യേണ്ടതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ക്ലാസ് ടീച്ചർ ആണ്. അപ്പൊ ക്ലാസ് ടീച്ചർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത്തരം ക്യാഷ് വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? ക്യാഷ് വാങ്ങിയാൽ മാത്രം മതിയോ? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണ്. കറക്റ്റ് എമൗണ്ട് അല്ലേ കുട്ടികൾ തന്നത്, അത് തിരിച്ചു കൊടുക്കാണോ എന്ന് ചെക്ക് ചെയ്യണം. ബാലൻസ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ദെൻ പിന്നെന്തായിരിക്കാം? ആരൊക്കെ തന്നെന്നുള്ളത് പേര് എഴുതി വെക്കണം. ആരൊക്കെ തന്നു എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. ഒരു നോട്ട് ബുക്കിൽ ഇവരുടെ പേരുകൾ കീപ്പ് ചെയ്തിരിക്കണം. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? അപ്പോ ഇതിനു വേണ്ടി നോട്ട് ബുക്ക് ഒരു ടീച്ചർ കീപ്പ് ചെയ്തിരിക്കണം. അതിന്റെ ആ പേജിൽ അവരുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണം. ഇൻക്ലൂഡിങ് ഡേറ്റ് അടക്കം. ഏത് ഡേറ്റിലാണ് തന്നത് ആ ഡേറ്റ് അടക്കം മെൻഷൻ ചെയ്തിരിക്കണം. എത്ര എമൗണ്ട് ആണ് കളക്ട് ചെയ്തത് അതിനെ പറ്റിയും മെൻഷൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഈ പൈസ എന്തിനു വേണ്ടിയുള്ളതാണ്, ഈ ക്യാഷിന്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയാണ്, ഫീൽഡ് ട്രിപ്പിനാണോ, അതും ആ പേജിൽ മെൻഷൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ക്ലാസ് ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത്തരം ഫംഗ്ഷനുള്ള ക്യാഷ് കളക്ട് ചെയ്യുക എന്നുള്ളത് ക്ലാസ് ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്യാഷ് മേടിച്ചാൽ മാത്രം പോരാ, അത് കുട്ടികളുടെ പേരും അവരുടെ തന്ന ഡേറ്റും അതിൽ സൂചിപ്പിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ക്യാഷ് കളക്ട് ചെയ്തത് അതിന്റെ പർപ്പസും അതിലെന്താണ് മെൻഷൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കിക്കോളൂ. ടേക്കിംഗ് പാർട്ട് ഇൻ ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്സ്. ഈ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ ടീച്ചേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ പറയുന്നു ടീച്ചറിന്റെ ഓരോ ടീച്ചേഴ്സിനും സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ ഹോം പോലെയാണ്, വീട് പോലെ തന്നെ ആയിരിക്കണം. സ്കൂൾ എന്ന് പറയുന്നത് ഓരോ ടീച്ചേഴ്സിനും എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ വീട് പോലെ തന്നെ ആയിരിക്കണം. ഒരു വീട്ടില് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ലേ? എല്ലാവരും കോപ്പറേറ്റ് ചെയ്യില്ലേ? പാരന്റ്സ് ആണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ സ്കൂളിലെ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും മീറ്റിംഗ് ആണെങ്കിലും നടന്നാൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ടീച്ചേഴ്സ് ഒരു സ്കൂളിനെ എങ്ങനെയാണ് വീട് പോലെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഇവന്റ് ആണെങ്കിലും എല്ലാ ടീച്ചേഴ്സിന്റെയും സാന്നിധ്യം അതിൽ ഉണ്ടായിരിക്കണം.
അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. ഒരു 5 റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് അറേഞ്ചിങ് ദ VIPs. ഓക്കെ, അപ്പൊ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ എന്താണ് ഒരു സ്കൂളിലുള്ള ടീച്ചേഴ്സിന് എന്താണ് ഡിഫറെന്റ് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലെ. എല്ലാവർക്കും ഒരേ ഡ്യൂട്ടിയാണ് കൊടുക്കുന്നത്, അങ്ങനെയാണോ? ഓരോ ടീച്ചേഴ്സിനും എന്താണ് ഓരോ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനും ഓരോ ഡ്യൂട്ടി ആയിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അറേഞ്ചിങ് ദ വിഐപീസിനെ അറേഞ്ച് ചെയ്യുക അതൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി ആയിരിക്കും. അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും? അവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വിഐപിയെ അറേഞ്ച് ചെയ്യുക, അവര് വരുന്ന ടൈം. ഓക്കെ, എന്താണ് സീറ്റ് അറേഞ്ച്മെന്റ്, അവര് വരുന്ന ടൈംസ് ഒക്കെ അറേഞ്ച് ചെയ്യും. ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത്? അവർക്ക് എപ്പോഴാണ് എന്താണ് അനുയോജ്യമായ ഡേറ്റ്, ആ ഡേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, വേണ്ടേ? അതിനൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ എന്താണ് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരുടെ ഡ്യൂട്ടിയാണ് ഈ വിസിറ്റേഴ്സിനെ, ഈ ഗസ്റ്റിനെ, വിഐപിനെ കാണുകയും എന്താണ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള, അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് എടുക്കുകയും അതെന്താണ് ഫിക്സ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇവന്റിനായിട്ട് ആ ഡേറ്റ് ഫിക്സ് ചെയ്യുക, ഇത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്തൊക്കെയായിരിക്കാം? അവരെ വെൽക്കം ചെയ്യുന്നത്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ വിഐപികളുടെ ഡേറ്റ് അറിഞ്ഞതിന് ശേഷം എന്താണ് ഇൻവിറ്റേഷൻസ് നമ്മൾ പ്രിന്റ് ചെയ്യണം, വേണ്ട? ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യണം, ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും വേണം. ആ ഒരു ഉത്തരവാദിത്തം കൂടി ആർക്കുണ്ട്? നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനുണ്ട്. VIP അറേഞ്ച്മെന്റിൽ ഹെൽപ്പ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ആദ്യം ഡേറ്റ് തീരുമാനിക്കുക, അത് ആ ഇവന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം, അല്ലെ? ഇൻവിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യണം, അതിനുശേഷം അതെല്ലാ ഗസ്റ്റുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തൊക്കെയായിരിക്കാം? ഓരോ ഗസ്റ്റിനും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. ഓരോരുത്തര് ഉദ്ഘാടനം, ചിലവര് ഓരോരുത്തർക്ക് ഓരോ നന്ദി പറയാ, അങ്ങനെ ഉണ്ടാക്കണം. ഓക്കെ. അപ്പോൾ എന്താണ് വിഐപിയുടെ അറൈവലുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തേണ്ടത് ആരാണ്? ഈ ടീച്ചറിന്റെ, ഈ ഗ്രൂപ്പ് ഓഫ് ടീച്ചറിന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഒരു വിഐപിയെ എന്താണ് ഇൻവൈറ്റ് ചെയ്യുന്ന ആ സമയം മുതൽ അവർ തിരിച്ചു പോകുന്ന സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കേണ്ടത് ഈ ടീച്ചേഴ്സിന്റെ, ഓക്കെ, എന്താണ് ആ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? ഇത് ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? അറേഞ്ചിങ് ദ വിഐപിയെ അറേഞ്ച് ചെയ്യുക. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അവരുടെ ഡേറ്റ് ഫിക്സ് ചെയ്യുക, ഇവന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക. അതിനുശേഷം എന്താണ് ഇൻവിറ്റേഷൻ ലെറ്റർ പ്രിന്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഗസ്റ്റുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഗസ്റ്റിന്റെ അറൈവലുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു സ്റ്റാഫിന്റെ, ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി സ്റ്റേജ് അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്താണ് ഗസ്റ്റിനെ അറേഞ്ച് ചെയ്തു, അതുകൊണ്ട് എന്താണ് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യണം, വേണ്ടേ? സ്റ്റേജ് അറേഞ്ച്മെന്റ് ഉണ്ട്. അതിനുവേണ്ടി മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും, മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കാം? അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കാം? സ്റ്റേജ് നന്നായി അലങ്കരിക്കുക, സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ അലങ്കരിക്കുക. ഓക്കെ, ദെൻ അതിനു മുൻപ് എന്താണ് സ്റ്റേജുമായി ബന്ധപ്പെട്ടതുപോലെ തന്നെ സ്റ്റേജിന് പുറത്ത്, ഓക്കെ, ഔട്ട്സൈഡ് ദി സ്റ്റേജിന് പുറത്ത് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. എന്താണത്? ട്രാഫിക് കൺട്രോൾ ചെയ്യുക, ആളുകളുടെ ഒഴുക്കിനെ കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ VIP എന്താണ് കറക്റ്റ് ലൊക്കേഷനിലേക്ക് ഗൈഡ് ചെയ്യുക. അതിന് കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, VIP വന്നു, അവരെന്താണ് കറക്റ്റ് ലൊക്കേഷനിലേക്ക് ഗൈഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ അതിനുവേണ്ടി ചില ടീച്ചേഴ്സിന് എന്താണ് ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി സ്റ്റേജ് അറേഞ്ച്മെന്റ് എന്തൊക്കെയായിരിക്കാം? സ്റ്റേജിൽ അറേഞ്ച്മെന്റ് ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെന്താണ്? സീറ്റ് അറേഞ്ച്മെന്റ്. വെരി ഗുഡ്, സീറ്റ് അറേഞ്ച് ചെയ്യണം, അല്ലെ? എല്ലാവരുടെയും ആ സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള എന്താണ് സീറ്റ് അറേഞ്ച് ചെയ്യണം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡെക്കറേഷൻ ഡെക്കറേഷൻ പറഞ്ഞു, സീറ്റിംഗ് അറേഞ്ച്മെന്റ് പറഞ്ഞു. ദെൻ
ഇപ്പൊ സ്ക്രീൻ എന്തെങ്കിലും ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ടാണെങ്കിൽ സ്ക്രീനൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? അത്തരം സ്ക്രീനുകളെ ത്രൂ ഔട്ട് ആ ഫംഗ്ഷന്റെ അവസാനം വരെ മോണിറ്റർ ചെയ്യേണ്ടത്, ഒബ്സർവ് ചെയ്യേണ്ടത് ആരാണ്? ഈ സെയിം ഗ്രൂപ്പ് ഓഫ് ടീച്ചറിന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണോ? ഓക്കെ, സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രസന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നതും ഇതേ ടീച്ചറിന്റെ, ഈ ഗ്രൂപ്പ് ഓഫ് ടീച്ചറിന്റെ ഉത്തരവാദിത്തങ്ങളാണ്. അപ്പൊ ഈ രണ്ടെണ്ണം ക്ലിയർ ആണോ? അറേഞ്ചിങ് ദ VIPs ആൻഡ് സ്റ്റേജ് ഡെക്കറേഷൻ, സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്. ക്ലിയർ ആണോ അത്? യെസ് മാം. തേർഡ് വൺ എന്താണ്? തേർഡ് വൺ നോക്കിക്കോളൂ, ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്. ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞു VIP അറേഞ്ച്മെന്റ്, VIP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, അതിനൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ സ്റ്റേജ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ് എന്തായിരിക്കും അതിൽ പറയുന്നത്? ഇവന്റിന് ഡ്രിങ്ക്സ് ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് അല്ലെ? അതിന് ഉത്തരവാദിത്വമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കാം? പർച്ചേസ് ചെയ്ത സാധനം എന്താണ്? ഇത്തരം ഐറ്റംസിനെ പർച്ചേസ് ചെയ്യുക അല്ലെ? ഡ്രിങ്ക്സ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അത് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ടീച്ചറിന്റെ, ആ ഗ്രൂപ്പ് ഓഫ് ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദെൻ പർച്ചേസ് ചെയ്താൽ മാത്രം മതിയോ? ദെൻ പിന്നെ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. മീൻസ് എന്താണ്? അവർ മറ്റുള്ളവരിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്തിക്കണം വേണ്ടേ? അതിനു വേണ്ടി എന്താണ്? ഡ്രിങ്ക് സ്റ്റേഷൻസ് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഡ്രിങ്ക് സ്റ്റേഷൻസ് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം. ഓക്കെ, ദെൻ പിന്നെന്താണ്? അതേപോലെ തന്നെ ഗസ്റ്റിലേക്കും ഈ ഐറ്റംസ് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, പിന്നെന്തൊക്കെയായിരിക്കാം? അപ്പൊ പർച്ചേസ് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, പിന്നെന്തായിരിക്കാം? അവരുടെ ഡ്യൂട്ടീസ് കഴിഞ്ഞോ? അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് സ്ഥലത്ത് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം. വേസ്റ്റുകളൊക്കെ, വെസൽസ് ഒക്കെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഈ ഒരു ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇത്തരത്തിൽ ഇപ്പൊ ഡിസ്പോസിബിൾ ആണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും അതിന് ഡ്യൂട്ടിയാണ്. ദെൻ പിന്നെന്തായിരിക്കാം? ഇപ്പൊ പർച്ചേസ് ചെയ്തു, അത് പ്രിപ്പയർ ചെയ്തു, പിന്നെന്താണ്? ആ ഇവന്റിന് ശേഷമുള്ള ആ പ്രോസസ്സും കഴിഞ്ഞു. പിന്നെന്തായിരിക്കാം? പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ഫുഡ് ഐറ്റംസ് വാങ്ങിയപ്പോഴും പർച്ചേസ് ചെയ്തപ്പോഴും എന്താണ്? ഒരു വൗച്ചേഴ്സ് ലഭിക്കും അല്ലെ? ഇത്തരം വൗച്ചേഴ്സ് കളയാൻ പാടുണ്ടോ? ഇത് കീപ്പ് ചെയ്യണം, സൂക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഇവർക്ക് തന്നെയാണ്, ഈ ടീച്ചേഴ്സിന് തന്നെയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയാ സൂക്ഷിക്കുന്നത്? ഫൈനലി എന്ത് ചെയ്യണം? ഇത് പ്രിൻസിപ്പാളിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ വൗച്ചേഴ്സ് എല്ലാം പ്രിൻസിപ്പാളിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇത്തരം വൗച്ചേഴ്സ് എന്താണ്? കീപ്പ് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? അപ്പോ ഏതൊക്കെയാണ്? VIPസിനെ അറേഞ്ച് ചെയ്യുക, അതിലൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തം വരുന്നുണ്ട്. ദെൻ സ്റ്റേജ് അറേഞ്ച്മെന്റ് പറഞ്ഞു, പിന്നെ എന്തായിരുന്നു? ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ എന്താണ്? പീസ് കീപ്പിംഗ്. എന്താ പീസ് കീപ്പിംഗ്? ഓക്കെ, ആ ത്രൂ ഔട്ട് ആ ഇവന്റിൽ എന്താണ്? അവസാനം വരെ എന്താണ്? സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക. അതിനുവേണ്ടി എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെ വരാം? ക്ലാസ്സുകൾ ഒഴിഞ്ഞു കുട്ടികളെ പ്രോപ്പർ ആയിട്ട് ഇരുത്തുക, ബഹളം ഒന്നും ഉണ്ടാക്കുക. ഓക്കെ, ഇതിലെന്താണ്? ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്? ചില സ്കൂളുകളിൽ മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇവന്റ് ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാ ടീച്ചേഴ്സും കൂടി ഒരു റോയിൽ വന്ന് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നു. അതൊരു നല്ല രീതിയല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ ആക്റ്റീവ്ലി ഇൻവോൾവ് അല്ല, ഒരു കാര്യത്തിലും എന്താണ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പീസ് കീപ്പിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഗേറ്റ് ഡ്യൂട്ടീസ് വരുന്നുണ്ട്, അതേപോലെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. ഇതിലൊന്നും അവരുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, ഇൻവോൾവ്മെന്റ് കാണിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ എന്താണ്? ഒരു ഗ്രൂപ്പായിട്ട് വന്ന് റോയില് എല്ലാ ടീച്ചേഴ്സും കൂടി ഇരിക്കാനായിട്ട് പാടുള്ളതല്ല. മറിച്ച് എന്ത് ചെയ്യണം? അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒരു ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ടാവും.
എന്തോ ഓരോ ഭാഗത്തും ഓരോ ടീച്ചേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട്. ഹോളിന്റെ ഓരോ ഭാഗത്തും എന്താണ് ഒബ്സർവേഷന് വേണ്ടി ഓരോ ടീച്ചേഴ്സിനെ എന്താണ് നിർത്തിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ആവശ്യമാണെങ്കിൽ സെൻട്രലിലും ഓക്കെ ആ മധ്യഭാഗത്തും എന്താണ് ഒരു ടീച്ചറിന് ഒരു സ്റ്റാഫിനെ നിർത്തേണ്ടതാണ്. പിന്നെ എന്തൊക്കെയായിരിക്കാം? ഇപ്പൊ സെൻട്രലിൽ നിർത്തണം, അതേപോലെ തന്നെ ഈച്ച് സൈഡിൽ ഓരോ സൈഡിലും എന്താണ് ഓരോ സ്റ്റാഫുകളെ നിർത്തിയിരിക്കണം. അതെന്താണ് പീസുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരെയും എന്താണ് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ അതേപോലെ എന്താണ് എല്ലാവർക്കും സീറ്റ് ഒക്കെ കിട്ടിയിട്ടില്ലേ എന്ന് അറേഞ്ച്മെന്റ് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതൊരു ഡ്യൂട്ടിയാണ്. ദെൻ ഹോളിൽ കയറാതെ നടക്കുന്നുണ്ടോന്നൊക്കെ അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സൺ ഇൻഡിവിജ്വൽസ് ആണോ എന്താണ് അകത്ത് കയറിയിട്ടുള്ളത്, ഹാളിനകത്തുള്ളത് എന്നും ഉറപ്പുവരുത്തേണ്ടത് ഇത്തരം സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ തന്നെയാണ് ഗേറ്റിനടുത്തും എന്താണ് ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. നമുക്ക് നെക്സ്റ്റ് പോയിന്റിൽ നോക്കാം. അടുത്ത ഡ്യൂട്ടി എന്താ? ഗേറ്റ് ഡ്യൂട്ടി വരുന്നുണ്ട്. ഗേറ്റ് ഡ്യൂട്ടി എന്തായിരിക്കാം? ഇതിനു വേണ്ടി ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നതിന് വേണ്ടി, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു ടീച്ചേഴ്സിനെ, ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ നിർത്തിയിട്ടുണ്ടായിരിക്കും. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കാം? പരിചയമില്ലാത്ത ആൾക്കാരെ കയറാൻ അനുവദിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഓതറൈസ്ഡ് ഇൻഡിവിജ്വലിനെ മാത്രമായിരിക്കണം അകത്തേക്ക് അനുവദിക്കേണ്ടത്. ദെൻ ട്രാഫിക് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം? കോമ്പൗണ്ടിന്റെ അകത്ത് ഇത്തിരി സൗണ്ട് അങ്ങനെ സൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ദെൻ പിന്നെന്തൊക്കെയാ? ഇപ്പൊ നമ്മൾ പറയാം, ഇങ്ങനെ ഒരു ഇവന്റ് നമ്മൾ പഠിച്ചിരുന്ന ടൈമിലാണെങ്കിലും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അക്രമങ്ങൾ, ക്രൈം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഏത് ഏരിയസിലായിരിക്കാം കൂടുതൽ ക്രൈം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ളത്? എല്ലാവരും ഹാളിലായിരിക്കും അല്ലേ? മെജോറിറ്റി പീപ്പിൾ എവിടെയായിരിക്കും? ഹാളിലായിരിക്കും. അപ്പോ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ക്ലാസ് റൂമുകൾ, ടോയ്ലറ്റ്സ്, ഇവിടെയൊക്കെ എന്താണ് ക്രൈംസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ഗേറ്റ് ഡ്യൂട്ടിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് അത്തരം സ്ഥലങ്ങൾ, ആ ഏരിയാസ് വിസിറ്റ് ചെയ്യുക, പട്രോളിംഗ് നടത്തുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ക്രൈം ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉള്ള ഏരിയാസ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പട്രോളിംഗ് നടത്തുക എന്ന് പറയുന്നത് ആ ഡ്യൂട്ടീസ്, ഗേറ്റ് ഡ്യൂട്ടീസിന് അസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ്. വേറെന്തൊക്കെയായിരിക്കാം? കുട്ടികള് ഫംഗ്ഷൻ നടത്തുമ്പോ കുട്ടികൾ പുറത്തേക്കൊക്കെ പോകും, അങ്ങനെ ശ്രദ്ധിക്കും. കുട്ടികൾ എന്താണ് പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ ഇനി? അപ്പൊ എന്താണ് ഈ ത്രൂ ഔട്ട് ഈ ഫംഗ്ഷൻ കഴിയുന്നത് വരെ സ്കൂളിന്റെ എല്ലാ ഏരിയാസും എന്താണ് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ സെയിം സ്റ്റാഫുകളുടെ, ഗേറ്റ് ഡ്യൂട്ടീസിന് അസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണോ? അപ്പൊ ഒരു 5 പോയിന്റ്സ് ആണ് അതിൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? അറേഞ്ചിങ് ദ VIP. എന്തൊക്കെയാ അതിൽ പറഞ്ഞത്? അറേഞ്ചിങ് ദ VIP, ഡേറ്റ് ഫിക്സ് ചെയ്യുക. ഡേറ്റ് ഫിക്സ് ചെയ്യുക. ദെൻ ആദ്യം എന്താണ് ഈ ഇവന്റിനെ കണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്യുക, ഇവന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക. ദെൻ ഇൻവിറ്റേഷൻ കാർഡ് ഇൻവിറ്റേഷൻസ് പ്രിന്റ് ചെയ്യുക, അതെന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഓരോ ഗസ്റ്റുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ പിന്നെന്താ? ഗസ്റ്റിന്റെ അറൈവലുമായി ബന്ധപ്പെട്ട് എല്ലാ ക്രമീകരണങ്ങളും എന്താണ് ചെയ്യേണ്ടത്? ഈ സ്റ്റാഫുകളാണ്. ഓക്കെ, ഗസ്റ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതെല്ലാം ആരാണ്? നേരത്തെ പറഞ്ഞില്ലേ, നന്ദി പറയുക അല്ലെങ്കിൽ എന്താണ് സ്പീച്ച്, ഇതിനൊക്കെ വേണ്ടി അസൈൻ ചെയ്യേണ്ടത്, അവർക്ക് എന്താണ് ഡ്യൂട്ടി എന്ന് തീരുമാനിക്കേണ്ടതും ഈ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. നെക്സ്റ്റ് വൺ ആയിരുന്നു സ്റ്റേജ് അറേഞ്ച്മെന്റ്. അതിലെന്തൊക്കെയാ പഠിച്ചത്? സ്റ്റേജ് അറേഞ്ച്മെന്റ്, സീറ്റ് അറേഞ്ച്മെന്റ്, ഡെക്കറേഷൻ. സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുക. അതിനു മുൻപ് എന്താണ് ഔട്ട്സൈഡ് ദ സ്റ്റേജിന് പുറത്ത് ചില ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണത്?
ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുക, അതേപോലെ തന്നെ VIP ഗസ്റ്റ് വരുമ്പോൾ എന്താണ് അവരെ ആ ലൊക്കേഷനിലേക്ക് എന്താണ് ഗൈഡ് ചെയ്യുക എന്ന് പറയുന്നതും അവരുടെ ഡ്യൂട്ടീസ് ആണ്. പിന്നെ എന്തൊക്കെയാണ് സ്റ്റേജ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്യണം. സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സീറ്റ് അറേഞ്ച് ചെയ്യുക, ദെൻ പിന്നെന്തായിരിക്കും? പ്രോപ്പർ സ്ക്രീൻ യൂസിങ്. സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതെല്ലാം ഈ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് വൺ ആയിരുന്നു ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? പർച്ചേസ് ചെയ്യണം. ഫസ്റ്റ് എന്താണ് ഏത് ഫുഡ് ഐറ്റംസ് ആണെന്ന് തീരുമാനിക്കണം, അത് പർച്ചേസ് ചെയ്യണം. ഓക്കെ, ദെൻ അതിന്റെ വൗച്ചേഴ്സ് അറേഞ്ച് ദ ഡ്രിങ്ക്സ് ആൻഡ് സ്റ്റേറ്റ്. പ്രിപ്പയർ ചെയ്യണം, അത് മറ്റുള്ളവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്തിക്കണം വേണ്ട. അതിനുവേണ്ടി ഡ്രിങ്ക്സ് സ്റ്റേഷൻസ് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ അത് ഗസ്റ്റിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് എന്താണ് ഇവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഗസ്റ്റിനും ഈ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെന്താണ് വെസൽസ് ഒക്കെ ക്ലീൻ ചെയ്തു. ഓക്കെ, പർച്ചേസ് ചെയ്തു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെന്താണ് ലാസ്റ്റ്? വൗച്ചേഴ്സ് കീപ്പ് ചെയ്തിട്ട് പ്രിൻസിപ്പലിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, അതിന് മുൻപ് എന്താണെങ്കിൽ ഡിസ്പോസിബിൾ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്, അത് വെസൽസ് ഒക്കെ ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതും എന്താണ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന് വിധേയമാക്കിയിട്ടുണ്ടെന്നും ഉറപ്പ് വരുത്തേണ്ടതും ഇവരുടെ തന്നെ ഡ്യൂട്ടിയാണ്. പിന്നെ വൗച്ചേഴ്സ് കീപ്പ് ചെയ്യുക, ആ വൗച്ചേഴ്സ് പ്രിൻസിപ്പലിന് ഹാൻഡ് ഓവർ ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ആ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ പറയുന്നത് ഏതാ? പീസ് കീപ്പിംഗ്. ഓക്കെ, അതിലെന്തൊക്കെ കാര്യങ്ങളാ? പീസ് കീപ്പിംഗിൽ അസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാഫുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാ? എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം? ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. Then ഒരു പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാളിൽ തന്നെ ഉണ്ടോ, എവിടെയെങ്കിലും ആണോ എന്നൊക്കെ നോക്കണം. ക്ലിയർ ആയില്ലടാ, പോയിന്റ് ക്ലിയർ ആയില്ല, എനിക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അവര് കറക്റ്റ് ആയിട്ട് ഫോണിൽ തന്നെ ഉണ്ടോ, ഓക്കെ. അതേപോലെ തന്നെ ഹാളിന്റെ ഇരുവശത്തും എന്താണ് ഓരോ സ്റ്റാഫുകളെ എന്താണ് നിയമിച്ചിരിക്കണം, നിർത്തിയിരിക്കണം. അതേപോലെ തന്നെ ആവശ്യമാണെങ്കിൽ സെൻട്രൽ പാർട്ടിലും എന്താണ് ഒരു സ്റ്റാഫിനെ നിർത്തേണ്ടതാണ്. അത് സേഫ്റ്റിയെ സംബന്ധിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. സ്റ്റാഫുകളെ അസൈൻ ചെയ്തിരിക്കണം, ഓരോ ഏരിയാസിലും എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ നിർത്തിയിരിക്കണം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആയിരുന്നു ഗേറ്റ് ഡ്യൂട്ടീസ്. എന്തൊക്കെയാണ് ഗേറ്റ് ഡ്യൂട്ടി? ആ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് നൽകിയിരിക്കുന്ന ആ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാ? അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൺട്രോൾ ദ ട്രാഫിക്. ഓക്കെ, ട്രാഫിക് കൺട്രോൾ ചെയ്യണം. അതേപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യണം ഇൻ ദ സെൻസ് എന്താണ് ഓതറൈസ്ഡ് പേഴ്സൺ തന്നെയാണ് അകത്ത് കയറുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അതാണ് ട്രാഫിക് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്രൈംസുകൾ ഉണ്ടാവുന്ന സ്ഥലത്തെല്ലാം പോയി ചെക്ക് ചെയ്യണം. ഓക്കെ, എന്താണ് ക്ലാസ് റൂംസ് അല്ലെങ്കിൽ എന്താണ് ടോയ്ലറ്റ്സ് ഏരിയ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത്തരം ഏരിയാസ് എന്താണ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഓരോ മണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോഴും എന്താണ് അത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ചിരിക്കണം. ഓക്കെ, ചെക്ക് ചെയ്തിരിക്കണം, ഓരോ അരമണിക്കൂറിലും എന്താണ് ഇത് നടത്തിയിരിക്കണം. ദെൻ പിന്നെന്താണ് ഫംഗ്ഷൻ കഴിയുന്നത് വരെ എല്ലാ പ്ലേസും സേഫ് ആണോ എന്ന് നോക്കണം. ഓക്കെ, ഫംഗ്ഷൻ കഴിയുന്നത് വരെ എല്ലാ പ്ലേസും സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇവരുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ? ഇതോടുകൂടി ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇൻ ബിറ്റ്വീൻ എന്താണ് സ്റ്റോറി ടെല്ലിംഗ് അല്ലേ, ആക്ഷൻ സോങ് റോൾ പ്ലേ കഴിഞ്ഞവർക്ക് സ്റ്റോറി ടെല്ലിംഗ് ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാത്തവർ പറഞ്ഞോളൂ. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കുറെ പേര് ലെഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, എന്താ അത്? അമൃത ചെയ്തതായിരുന്നു? അമൃത ഞാൻ ചെയ്തിരുന്നു മാം. റോൾ പ്ലേ, സ്റ്റോറി ടെല്ലിംഗ് 3 കഴിഞ്ഞതായിരുന്നു. ഓക്കെ ഓക്കെ. നിസിയ? ഞാൻ പിന്നെ ചെയ്യാം. ഓക്കെ, ദെൻ ആൽഫ ചെയ്തതാണെന്ന് തോന്നുന്നു. ആൽഫ ചെയ്തായിരുന്നു എല്ലാനും?
മൂന്നും ചെയ്തായിരുന്നോ? ആ യെസ് മാം, ചെയ്തു, മൂന്നും ചെയ്തു. ഞാൻ റോൾ പ്ലേ പറയാം. റോമിയ, ഓക്കെ. റോൾ പ്ലേ, ഓക്കെ റോമിയ. Conversation between two friends about the bad effect of the smoking. Hello Raju, how are you? Thanks, I am fine. Sumesh, how are you? Sumesh, thanks, I am also fine. What is the smell of coming out from your mouth? Raju, nothing. It is the smell of smoking. Sumesh, oh my god. You are smoker? Raju, why you are so excited? Smoking is nothing so bad. Sumesh, not bad. Don't you know the bad effect of smoking? Raju, if smoking is bad, why so many people smoke all over the world? Sumesh, they smoke because they don't understand the bad effect. Do you know the smoking causes cancer? Raju, cancer? Sumesh, yes, cancer. Smoking causes many the diseases. It also affect our lungs. Raju, but smoking make people smart. Sumesh, it is a false nations. People hate smokers. Besides smoking the beginning of the drug addictions. Raju, I didn't think like you. Sumesh, so it is high time of you gave smoking. Raju, of course, I will not smoke further. Sumesh, and you should persuade people not to smoke. Raju, thank you very much for your valuable advice. Sumesh, you are not most welcome. Raju, I have to go now. Sumesh, bye. See you later. മാം മ്യൂട്ടാണ്. ഓക്കെ. റോമിയ നന്നായിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇത് റോമിയ തന്നെ പ്രിപ്പയർ ചെയ്തതായിരുന്നു ഈ കോൺവെർസേഷൻ? റോമിയ, കാരണം സെയിം സെന്റൻസ് തന്നെ ഞാൻ വേറെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. നമുക്ക് കോണ്ടന്റ് എന്താണ് സെയിം ആയാലും കുഴപ്പമില്ല, സെയിം സെന്റൻസ് തന്നെ. കേട്ടില്ല, ഒന്നും കൂടെ പറയാമോ മിസ്? റോമിയോ തന്നെ പ്രിപ്പയർ ചെയ്തതായിരുന്നോ ഈ കോൺവെർസേഷൻ? അതെ. ആണോ? ഓക്കെ. താങ്ക് യു. ഓക്കെ, ഇനി നന്നായിട്ടുണ്ടായിരുന്നു. Then who is next? വേറെ ആരാ? മാം സബിക. ഓക്കെ, പേര് ഞാൻ മറന്നു, എന്തായിരുന്നു? സാബിക. ഇത് സ്വന്തമായിട്ട് എഴുതിയ സ്റ്റോറി എന്നല്ല, ചെറിയ സ്റ്റോറി കേട്ടോ, ഞാൻ എഴുതിയതല്ല. അത് മാത്രമേ ഉള്ളൂ ഇനി ചെയ്യാൻ. സ്റ്റോറി പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാബിക? അതില് ഫീലിങ്സ് നമുക്ക് വേറെ ക്യാച്ച് ചെയ്യാൻ കഴിയണം. കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകണം അല്ലേ? എന്താണ് ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ ബോഡി ലാംഗ്വേജ്, സൗണ്ട് മോഡുലേഷൻ ഒക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, സ്റ്റാർട്ട്. വീഡിയോ വീഡിയോ ഓൺ ആക്കണോ? അപ്പൊ പിന്നെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ പറഞ്ഞത്. ഓക്കെ. ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്, അവർക്ക് എങ്ങനെയായിരിക്കും സ്റ്റോറി പറഞ്ഞെടുക്കുന്നത്? ഓക്കെ, ആ രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താണ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എക്സ്പ്രഷൻ എത്ര കറക്റ്റ് ആവുന്ന അറിയില്ല, സൗണ്ട് മോഡുലേഷൻ നോക്കാം. The lion mask. രണ്ടോടത്തേക്ക് നോക്കണം. There once lived a very foolish fox. His name is Foxy. One day, Foxy was walking around as usual, looking for something to eat, when he came across a mask. It had a face of lion. Wow! If I wear this mask, all the animals will think I am a lion. They will be scared of me.
I want to have fear anyone in the jungle, Foxy thought. Then, wearing the mask, he walked around feeling quiet and proud of himself. On the way, he scared a little squirrel and a monkey. So soon he came to the foot of a huge tree. There was a den near the tree. Sit inside the den. That's where lion must sit. He decided. Poor Foxy did not know that the den belonged to a real lion who had gone out in search of a food. When the lion came back to his den, he saw Foxy there. He was furious. How dare you sit in my den? Grrr! He roared and pounced on the foolish Foxy. Foxy dropped the mask and ran off this life. He was never again seen in that forest. അത്രേ ഉള്ളൂ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു സാബിക. സൗണ്ട് മോഡുലേഷൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടി എന്താണ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നാണ് ചെയ്യുന്നത് അല്ലേ? അല്ലെ, ഒരു ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ക്ലാസ്സിൽ എടുക്കുമ്പോൾ എന്താണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഹാൻഡ്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യാം. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഫോണും പിടിക്കണം, എന്തെങ്കിലും നോക്കണം, രണ്ടുപാടെ ഇപ്പൊ കഴിയില്ല. അതെനിക്ക് മനസ്സിലാവുന്നു. ഞാൻ പറഞ്ഞത് ക്ലാസ് നമ്മൾ സ്കൂളിൽ പോകുമല്ലോ, അപ്പൊ എടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ യൂസ് ചെയ്ത്, കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് അവർക്ക് എല്ലാ വേർഡ്സും മനസ്സിലാകണമെന്നില്ല അല്ലെ? അപ്പൊ നമ്മുടെ എക്സ്പ്രഷനിലൂടെ ആയിരിക്കും അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. Then who is next? Ma'am, storytelling. Haripa. The cat seller and the monkey. വീഡിയോ ഓൺ ആക്കിക്കോടാ. വീഡിയോ ഓണാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഓക്കെ. അപ്പൊ സൗണ്ട് മോഡുലേഷൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അപ്പോഴേ ക്യാരക്ടേഴ്സിന് മനസ്സിലാകും. Okay. Once there was a cap seller in a town. One fine day he was selling caps. Caps. Five rupees caps. 10 rupees caps. 5, 10. After he made few sales of caps, he became very tired. He decided to sit under a big tree to take rest for a while. Soon he slept off. There were many monkeys on the big tree. They saw the cat seller was sleeping under the tree. The monkeys were sitting on the top of the tree. The monkeys come down, took the cap from the cat seller bag and wore them. Then they climbed the tree again. When the cap seller woke up, he was shocked to see his basket empty. He searched for his caps. To his surprise, he saw the monkeys were wearing them. The cat seller threw stones on the monkeys, and the monkeys threw mangoes to protect themselves from the cap seller. He found the monkeys were imitating him. The cap seller had an idea. He took his cap and threw it on the grass. The monkeys also threw the caps on the grass. The cap seller collected all the caps, put back in his basket, and went away happily. The moral of the story is wisdom is better than weapons of war. Thank you. ഓക്കെ, ഹാരിഫ. എന്താണ് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറിയാണ് ഇതല്ലേ? അപ്പൊ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു ക്ലാസ് എടുക്കുമ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ ക്യാപ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസിലി അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കഥ സ്റ്റോറി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ ഹാരിഫ, എനിവേ ഗുഡ്. Then എന്തോ ലിൻഡ. ഓക്കെ മാം. Storytelling. My story's name is The Rabbits and the Tortoise.
rabbits and tortoise. Once upon a time, there was a rabbit and the tortoise. There were very good friends. The rabbits always boasted that could run faster than the tortoise. So they decided to have the race. They closed the starting and the finishing point. The rabbit ran really fast and though the tortoise is too slow and the rest and the wild. So he stopped under a tree and the went to sleep. While the tortoise kept walking the whole time and reached the winning point. When the rabbit woke up, saw that the tortoise has already won the race. Thank you, ma'am. ഓക്കെ ലിൻഡ, നന്നായിട്ടുണ്ടായിരുന്നു. ഇതിൽ സൗണ്ട് മോഡുലേഷൻ ഒക്കെ എന്താ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സൗണ്ട് മോഡുലേഷൻസ് ഒക്കെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് ഓരോ ക്യാരക്ടേഴ്സിന് പറയുമ്പോഴും ഓരോ സൗണ്ടിൽ കുറച്ച് റേസ് ചെയ്ത് എന്തോ ഇവിടെ പറഞ്ഞ പിള്ളേര്. ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതർവൈസ് ഇറ്റ് വാസ് നൈസ്. Then വേറെ ആരെങ്കിലും ഉണ്ടോ? Who is next? വേറെ ആരും ഇല്ല ചെയ്യാൻ. സോ സ്റ്റോറി ടെല്ലിംഗ് എല്ലാവരുടെയും കഴിഞ്ഞായിരുന്നോ? എല്ലാവരും ചെയ്തായിരുന്നോ സ്റ്റോറി ടെല്ലിംഗ്? ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. എന്തോ ആരിഫ? ഞാൻ ചെയ്തിട്ടില്ല സ്റ്റോറി. ഇപ്പൊ റെഡിയാണോ ആരിഫ? ഇല്ല മാം, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ടേ കുറച്ച് Then ശരണ്യ ചെയ്തായിരുന്നോ? ചെയ്തില്ല മാം, അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ശരണ്യ, ആരിഫ, പിന്നെ വേറെ ആരാ ചെയ്യാത്തത്? ഞാൻ ചെയ്തില്ല മാം. പേരെന്താ? ഇവിടെ കാണുന്നില്ലല്ലോ. പേരെന്താ? റോമിയ. റോമിയ ഇപ്പൊ ചെയ്തില്ലേ? ഞാനിപ്പോ 4 പ്ലേ ചെയ്തത്, സ്റ്റോറി ടെല്ലിംഗ് ചെയ്തിട്ടായിരുന്നു. സോറി സ്റ്റോറി ടെല്ലിംഗ് ചെയ്തിട്ടില്ല. ഓക്കെ. ദെൻ അപ്പൊ എന്താ ബാക്കിയുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ കഴിയുന്നതും ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്? ഈ ചാപ്റ്ററോട് കൂടി എന്താണ് ഈ ചാപ്റ്റർ തീർന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്? സ്കൂളിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അവർ തന്നെ അവരുടെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നല്ല ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് നടത്തുന്നതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പിന്നെന്തൊക്കെയാണ്? പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? ഫാക്ടേഴ്സ്, ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത് അമൃത? സ്കൂളിന്റെ വളർച്ച. ഓക്കെ. ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെ പഠിച്ചു? വളർച്ച, ഗ്രോത്ത്. ദെൻ സ്റ്റുഡൻസിന്റെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ. ദെൻ പിന്നെ ഡിസിപ്ലിൻ. ടീച്ചേഴ്സിന്റെ ലേണിംഗ് മെത്തേഡ് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ. ക്വാളിറ്റി ഓഫ് ടീച്ചിങ്. പിന്നെ കോ കരിക്കുലർ സ്കിൽസ് ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുക. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് പഠിച്ചത്. ഓക്കെ. ഇതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്നൊരു കോൺസെപ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ ഓരോ കാര്യങ്ങളെയും എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക. ഓക്കെ. അതിനു വേണ്ടിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്നുള്ളത്. അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്?
വർക്ക് ഫാക്ടർ, വർക്ക് സ്റ്റാഫ് ഫാക്ടർ. ഫാക്ടർ, ഓക്കെ. കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ ആൻഡ് എക്യുപ്മെന്റ് ഫാക്ടർ. ഓക്കെ, വർക്ക് ഫാക്ടർ വരുന്നുണ്ട്. അതിലെന്തൊക്കെയാ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു വർക്ക് ഫാക്ടർ? നേച്ചർ ഓഫ് ദ ടാസ്ക്. നേച്ചർ ഓഫ് ദ ടാസ്ക്, അതിന്റെ സ്വഭാവം ഏത് രീതിയിലുള്ളതാണ്, കോംപ്ലക്സ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഈസി ആണോ? ഓക്കെ, ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഈസി ആണോ അല്ലെങ്കിൽ എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ളതാണോ എന്ന് തിരിച്ചറിയുക. അതാണ് വർക്ക് ഫാക്ടറിൽ വരുന്നത്. ദെൻ സ്റ്റാഫ് ഫാക്ടർ എന്തായിരുന്നു? ടാലന്റ് ഓഫ് സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് എന്താണ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സ്കിൽ ഉണ്ടോ? ഓക്കെ, അതിനെ കുറിച്ച് എന്താണ് ആ ഒരു ഫാക്ടറാണ് സ്റ്റാഫ് ഫാക്ടറിൽ വരുന്നത്. ദെൻ കോസ്റ്റ് ഫാക്ടർ എന്തായിരുന്നു? ബെനിഫിറ്റ് ഓഫ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ ആർക്കൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്, നേട്ടങ്ങൾ ആർക്കൊക്കെ ആണ് ലഭിക്കുന്നത്? ടീച്ചേഴ്സിനാണോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനാണോ മറ്റ് കമ്മ്യൂണിറ്റീസിനാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി. പിന്നെന്തായിരുന്നു ടൈം ഫാക്ടർ? അതിലെന്താ പറയുന്നത്? അർജൻസി ഓഫ് ദ പ്ലാൻ. അർജന്റ് ആണോ, അർജൻസി ഓഫ് ദ പ്ലാൻ ആണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ എക്യുപ്മെന്റ് ഫാക്ടർ. പ്ലേസ്, മെറ്റീരിയൽ, മെഷീന് റിക്വയർഡ് ഫോർ ദ ടാസ്ക്. ഓക്കെ, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് എന്തൊക്കെയാണ്, പ്ലേസ് ഏതാണ്, ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് എക്യുപ്മെന്റ് ഫാക്ടറിൽ പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്തായിരുന്നു പിന്നെ പഠിച്ചത്? എന്തായിരുന്നു? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പഠിച്ചു. അതെന്തായിരുന്നു അതിൽ പഠിച്ചത്? ഏതെല്ലാം രീതിയിലാണ് ഒരു സ്കൂളിന് ഫിനാൻസ് ലഭിക്കുന്നത്? ഓക്കെ, ഫിനാൻസ് ഏതെല്ലാം രീതിയിൽ ലഭിക്കുന്നുണ്ട്? പല രീതിയിലല്ലേ. ഇപ്പൊ എന്താണ് ലോൺ വഴി അല്ലെങ്കിൽ എന്താണ് പാർട്ട്ണർഷിപ്പിലൂടെ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡൊണേഷൻസിലൂടെ ഫീസ് ആയിട്ടല്ല ലഭിക്കുന്നുണ്ടെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഒരു 3 സ്കൂൾ ഫിനാൻസ് വരുന്നുണ്ട്, ബജറ്റിംഗ് വരുന്നുണ്ട്, ആൻഡ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്. ഒരു 3 എന്താണ് ആസ്പെക്ട്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? സ്കൂൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ബഡ്ജറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഓക്കെ, സ്റ്റാഫ് സാലറി കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ ഫിനാൻസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വർഷത്തേക്കുള്ള പ്ലാൻ. ഒരു വർഷത്തേക്കുള്ള പ്ലാൻ ആണ്. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിനെയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എന്താണ്? ഈ ബജറ്റിന്റെ റെക്കോർഡിംഗ് ആണ് അല്ലേ? ഇതിനെയാണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു സ്കൂൾ ഹെഡിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി സ്കൂൾ ഹെഡ് എന്തൊക്കെയായിരുന്നു? സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, then പ്രോപ്പർ യൂസിംഗ് ഓഫ് ദ സ്പെസിഫിക് ഫണ്ട്. ആ ബജറ്റിന് എന്താണ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ദെൻ എല്ലാ ഫീസും കളക്ട് ചെയ്തിട്ടുണ്ടോ ഒക്കെ കളക്ട് ചെയ്യണം. എല്ലാ ഏണിങ്സും എന്താണ് പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടോ? ട്യൂഷൻ ഫീസ്, അതേപോലെ കോഷൻ ഡെപ്പോസിറ്റ്, എക്സാം ഫീസ്, അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീസുകളുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ദെൻ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും സ്റ്റാഫിന്റെയും ഒക്കെ റെക്കോർഡ്സ് കെയർഫുൾ ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുക. എക്സ്പെൻസിന്റെ റെക്കോർഡ്സ് അല്ലെ, എക്സ്പെൻസുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ, ചെലവുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്ത് വെക്കുക. ദെൻ പിന്നെന്തായിരുന്നു? അക്കൗണ്ടിങ് സിസ്റ്റം നന്നായി പോകുന്നുണ്ടോ? അക്കൗണ്ടിങ് സിസ്റ്റം പ്രോപ്പർ ആയിട്ടാണോ, നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ദെൻ പേയ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്. ടീച്ചേഴ്സിനും സ്റ്റാഫുകൾക്കും പേയ്മെന്റ് നൽകുന്നുണ്ടോ എന്ന് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് അവർക്ക് നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഇത്രയായിരുന്നു അവരുടെ സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ പഠിച്ചത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീസുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നത്? എക്സാം ഫീസ്. എക്സാം ഫീസ് പഠിച്ചു. എക്സാം ടൈമിൽ വാങ്ങുന്നതാണ്. ഇതിനൊക്കെ വേണ്ടിയാണ് പേപ്പേഴ്സിന്, അതേപോലെ പിന്നെന്തായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ വേണ്ടി വാങ്ങുന്ന ഒരു നിശ്ചിത എമൗണ്ട് അല്ലെ, അതിനെയാണ് എക്സാം ഫീസ് എന്ന് പറയുന്നത്. പിന്നെന്തായിരുന്നു? ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് മന്ത്ലി ഫീസ് വരുന്നുണ്ട്. എന്താണത്? അല്ലെങ്കിൽ ഇപ്പോഴെന്താ ടേം ഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ മാസത്തെയും ഓരോ 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഓരോ ടേം ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ട്യൂഷൻ ഫീസ് വാങ്ങിക്കുന്നത് അല്ലേ. ദെൻ പിന്നെന്താണ്? യൂണിഫോം ഫീസ് വാങ്ങുന്നുണ്ട്. ഓക്കെ, യൂണിഫോമിന് വേണ്ടി, അതേപോലെ സോക്സിന് വേണ്ടിയിട്ടുള്ള ബെൽറ്റ്, ഓക്കെ, ഇതിനെല്ലാം എന്താണ് ഒരു എമൗണ്ട് ഈടാക്കുന്നുണ്ട്. പിന്നെന്താണ്? ഓപ്പണിംഗ് ഫീസ്. ഓപ്പണിംഗ് ഫീസ്. ഓക്കെ,
ഓപ്പണിംഗ് ഫീസ് വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫംഗ്ഷൻസിന്റെ ഓരോ ഇവന്റിന്റെയും ഫീസ് വാങ്ങിക്കുന്നുണ്ട് അല്ലെ. ആയിരുന്നു ഒരു 4 ടൈപ്സ് ഓഫ് ടൂറുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? General tour, local tour, ജനറൽ ടൂർ എന്ന് പറഞ്ഞാൽ ലോങ് ടൂർ ആണ് അല്ലേ. ഒരു ദൂര സ്ഥലത്തേക്ക് ടൂർ വിസിറ്റ് ചെയ്യുന്നതിനെയാണ് ലോങ് ടൂർ അല്ലെങ്കിൽ ജനറൽ ടൂർ എന്ന് പറയുന്നത്. ദെൻ ലോക്കൽ ടൂർ എന്താ? 1 day trip. ഒരു 1 day ട്രിപ്പ് ആയിരിക്കും അല്ലെ. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരുന്ന ടൈപ്പ് ഓഫ് ടൂറുകളാണ്. ദെൻ റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ക്ലാസ് എന്താണ്? എന്തായിരിക്കും അതിൽ പറയുന്നത്? എന്തോ എന്താ ആരിഫ, ക്ലിയർ ആയില്ല. കൊണ്ടുപോകുന്നു. ഓക്കെ വാക്കിംഗ് ടൂർ ഒക്കെ പോകും. ഓക്കെ ആരാ കൊണ്ടുപോകുന്നത്? അവരുടെ ടീച്ചർ, അവരുടെ ഓൺ ക്ലാസ് ടീച്ചർ ആയിരിക്കും അല്ലെ. ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും അതില് എന്താണ് ഉത്തരവാദിത്വമുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ് ടീച്ചർ അവരുടെ ക്ലാസ് പീപ്പിളിന് അത്തരം സ്റ്റുഡൻസിന് എന്താണ് ഹൈക്കിന് കൊണ്ടുപോകുക അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു ഫീൽഡ് ട്രിപ്പിനാണെങ്കിലും കൊണ്ടുപോകുക. അതിനെയാണ് ഔട്ട്ഡോർ ക്ലാസ് എന്ന് പറയുന്നത്. ദെൻ ടീച്ചർ ടൂറിന്റെ പ്രത്യേകത എന്താ? ടീച്ചേഴ്സിന് മാത്രമുള്ള ടൂൾസ് ആണ് അല്ലെ. വെക്കേഷൻ ടൈമിലൊക്കെ ആയിരിക്കാം ഇത്തരം ടൂൾസ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രോഗ്രാംസിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? ഇൻസൈഡ് ദ ക്യാമ്പസ്, ക്യാമ്പസിനകത്ത് നടക്കുന്ന പ്രോഗ്രാംസുകൾ ഉണ്ട്. അതേപോലെ തന്നെ ക്യാമ്പസിന് പുറത്ത് നടക്കുന്ന ഔട്ട്സൈഡ് ദ ക്യാമ്പസ് പ്രോഗ്രാംസുകൾ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? 1-2 എക്സാമ്പിൾസ് പറയാവോ? ഇൻസൈഡ് ദ ക്യാമ്പസ്. youth festival, ഓക്കെ, യൂത്ത് ഫെസ്റ്റിവൽ, annual day, competitions, കോമ്പറ്റീഷൻസ്, പിന്നെന്താണ് പപ്പറ്റ് ഷോ. ഒക്കെ ഇത്തരത്തിലുള്ളതെല്ലാം ഇൻസൈഡ് ദ ക്യാമ്പസ് പ്രോഗ്രാംസ് ആണ്. ദെൻ ഔട്ട്സൈഡ് ദ പ്രോഗ്രാംസ് ആണെങ്കിലോ? ഔട്ട്സൈഡ് ദ ക്യാമ്പസ് field trip, study tour, സ്റ്റഡി ടൂർ, അതേപോലെ തന്നെ cultural events. കൾച്ചറൽ ഇവന്റ്സ്, അതേപോലെ എന്താണ് സൂ വിസിറ്റ് ചെയ്യാനൊക്കെ പോയില്ലേ, അത്തരത്തിലുള്ള ഇവന്റ്സുകള് പ്രോഗ്രാംസുകൾ എന്താണ് ഔട്ട്സൈഡ് ദ ക്യാമ്പസ് ആണ്. പിന്നെന്താണ് പഠിച്ചത്? ഇതിനുള്ള ഫീസുകൾ കളക്ട് ചെയ്യേണ്ടത് ഉത്തരവാദിത്തം ആർക്കാണ്? Class teacher. ക്ലാസ് ടീച്ചർക്കാണ്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? പർപ്പസ്, നെയിം, ഡേറ്റ്. എന്താണ് അതിന്റെ പർപ്പസ് എന്താണെന്ന് ഒരു ബുക്ക് കീപ്പ് ചെയ്തിരിക്കണം. ഇത്തരം കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട് ഒരു ബുക്ക് കീപ്പ് ചെയ്തിരിക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം? കുട്ടിയുടെ പേര്, തന്ന ഡേറ്റ്, എമൗണ്ട്, ഓക്കെ, അതിന്റെ പർപ്പസ്, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതിനുശേഷം പഠിച്ചത് എന്തായിരുന്നു? ഒരു സ്കൂളിനെ, ഒരു ടീച്ചറെ സംബന്ധിച്ച് സ്കൂൾ എന്ന് പറയുന്നത് വീട് പോലെ തന്നെയാണ് അല്ലെ. എല്ലാ കാര്യങ്ങളിലും ടീച്ചറിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളിലാണ്? അറേഞ്ചിങ് ദ വിഐപീസിനെ അറേഞ്ച് ചെയ്യുന്നതിൽ, അതേപോലെ തന്നെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്സ്, പിന്നെന്തായിരുന്നു പീസ് കീപ്പിംഗ്, ഡ്യൂട്ടീസ്. ഓക്കെ, ഇത്രയും എല്ലാ എന്താണ് കാര്യങ്ങളിലും, എല്ലാ ഫീൽഡിലും എന്താണ് എല്ലാ സ്റ്റാഫുകളും ടീച്ചേഴ്സിനും എന്താണ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. അറേഞ്ചിങ് ദ വിഐപീസിൽ എന്താ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? അറേഞ്ചിങ് ദ വിഐപീസിന് എന്താണ് നേരിട്ട് കാണുക, അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇവന്റിന്റെ ഡേറ്റ് അതിനനുസരിച്ച് എന്താണ് വിഐപിയുടെ ഡേറ്റിനനുസരിച്ച് ഫിക്സ് ചെയ്യുക. പിന്നെന്താണ് വിഐപിയെ ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെന്തായിരുന്നു? അപ്പോ എന്താണ് ഒരു VIP വരുന്ന അറൈവലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതും ഈ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ സ്റ്റേജ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണ് സ്റ്റേജ് പ്രോപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യുക. പിന്നെന്താണ് പിന്നെ ഒരു പോയിന്റ് കൂടി പഠിച്ചാൽ എന്തായിരുന്നു? സ്ക്രീൻ പ്രസന്റേഷന് വേണ്ടി സ്ക്രീൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നതും ആ സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്, അതിൽ എന്തൊക്കെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു? പർച്ചേസ് ചെയ്യണം, ഫസ്റ്റ് പർച്ചേസ് ചെയ്യുക, ദെൻ പ്രിപ്പയർ ചെയ്യണം, പ്രിപ്പയർ ചെയ്യുക മീൻസ് എല്ലാവരിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിക്കണം. ഈവൻ ഗസ്റ്റിന് വരെ അത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം.
പിന്നെന്താണ് ഇവന്റിന് ശേഷം അത് പ്രോപ്പർ ആയിട്ട് വെസൽസ് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആ ഏരിയാസ് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പിന്നെന്തായിരുന്നു Purchase voucher. വൗച്ചേഴ്സ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് പർച്ചേസ് വൗച്ചേഴ്സ് കീപ്പ് ചെയ്യുക, അത് ഫൈനലി പ്രിൻസിപ്പലിന് ഹാൻഡ് ഓവർ ചെയ്യുക. ഓക്കെ, ദെൻ പീസ് കീപ്പിംഗ്. പീസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സെന്ററിലും ഇരുവശത്തും ടീച്ചർമാരെ നിൽക്കണം. ഒരു ഹാളിന്റെ ഓരോ സൈഡിലും അതേപോലെ തന്നെ സെന്ററിലും ഓരോ സ്റ്റാഫുകളെ വിന്യസിച്ചിരിക്കണം. അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു, ഈവൻ ഗേറ്റിൽ ആവശ്യമാണെങ്കിൽ ഗേറ്റിലും ഒരു സ്റ്റാഫിനെ നിർത്തിയിരിക്കണം. പീസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ദെൻ ഗേറ്റ് ഡ്യൂട്ടീസ്, അതിൽ അസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്, എന്തൊക്കെയാണ്? മെയിൻലി ഇത്തരം ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ക്രൈംസ് ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. ഏത് ഏരിയാസിലാണ്? ക്ലാസ് റൂം, അതേപോലെ ടോയ്ലറ്റ്, ഓക്കെ, ദെൻ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, അവിടെയൊക്കെ ക്രൈംസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെ പെട്രോളിംഗ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെ, അവിടെ ഒബ്സർവ് ചെയ്യുക, ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഗേറ്റ് ഡ്യൂട്ടിക്ക് അസൈൻ ചെയ്തിട്ടുള്ള സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഇത്തരം സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചെക്ക് ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ഫംഗ്ഷൻ കഴിയുന്നത് വരെ ഒരു സേഫ് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഇവരുടെ ഉത്തരവാദിത്വമാണ്. ക്ലിയർ ആണോ ഈ ചാപ്റ്റർ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്. Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. ഞാൻ ഇതിന്റെ MCQ അയച്ചേക്കാം. ഓക്കെ, ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? Yes, Okay, ma'am. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.